നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കിടിലൻ നീക്കം. 40 നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 40 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റാണ് പൊളിറ്റിക്സ് കേരള ഇന്ന് പുറത്തുവിടുന്നത്. തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ MM ഹസനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് D സുദർശനൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. KPCC മെമ്പറാണ് D സുദർശനൻ. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ മലയൻകീഴ് വേണുഗോപാൽ വീണ്ടും മത്സരിക്കും കോൺഗ്രസിന് വേണ്ടി. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ അബിൻ വർക്കിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. KS ശബരിനാഥൻ തിരുവനന്തപുരം സെൻട്രലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. രമ്യ ഹരിദാസ് അടൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. KM രോഹിത് മലപ്പുറത്തെ തവന്നൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ഏവരും ഉറ്റുനോക്കുന്ന കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ദീർഘകാല CPM ബാന്ധവം ഉപേക്ഷിച്ചാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മത്സരിക്കും. VT ബൽറാം തൃത്താലയാണ് മത്സരിക്കുന്നത്. തൃത്താല അല്ലെങ്കിൽ പാലക്കാട്, ഈ 2 മണ്ഡലങ്ങളിൽ VT ബൽറാമിനെ പരിഗണിക്കുന്നുണ്ട് കോൺഗ്രസ്. സന്ദീപ് വാര്യർ പാലക്കാടോ തൃശ്ശൂരോ മത്സരിക്കും. കോൺഗ്രസ് വക്താവായ ജോസഫ് വാഴക്കൻ മൂവാറ്റുപുഴയിൽ മത്സരിക്കും എന്നത് ഉറപ്പായി. മറിയ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കും. തൃക്കാക്കരയിൽ സിറ്റിംഗ് MLA ഉമാ തോമസ് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. അരിത ബാബു കായംകുളത്ത് വീണ്ടും മത്സരിക്കും. CR മഹേഷ് കരുനാഗപ്പള്ളിയിലെ സിറ്റിംഗ് MLA ആയ CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ മത്സരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ മത്സരിക്കും. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെയാണ് സ്ഥാനാർത്ഥി. പത്തനാപുരത്ത് കോൺഗ്രസിൻ്റെ വനിതാ മുഖമായ ജ്യോതി വിജയകുമാറാണ് സ്ഥാനാർത്ഥി. ജ്യോതികുമാർ ചാമക്കാലയുടെ പേരാണ് ഇവിടെ പറഞ്ഞ് കേട്ടിരുന്നതെങ്കിലും ജ്യോതി വിജയകുമാറിനാണ് നറുക്ക് വീണിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ ബിനു ചുള്ളിയലാണ് സ്ഥാനാർത്ഥി. കുണ്ടറയിൽ സിറ്റിംഗ് MLA PC വിഷ്ണുനാഥ് മത്സരിക്കും. നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നതെങ്കിലും ഇതുവരേക്കും അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയം. എന്നാൽ ഹൈക്കമാൻഡ് ഇടപെട്ട് നാദാപുരത്ത് മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. മുല്ലപ്പള്ളി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ട്. കോട്ടയത്ത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. തൃപ്പൂണിത്തുറയിൽ സെലിബ്രിറ്റി താരമായ രമേശ് പിഷാരടിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫ് മത്സരിക്കും. മലപ്പുറത്തെ വണ്ടൂരിൽ KP അനിൽകുമാർ മത്സരിക്കും. വീണ്ടും ബാലുശ്ശേരി വളരെ ശ്രദ്ധേയമായ മണ്ഡലമാണ്. ബാലുശ്ശേരിയിൽ VT സൂരജാണ് മത്സരിക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ വീണ്ടും മത്സരിക്കും. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, സിറ്റിംഗ് MLA കൂടിയായ സണ്ണി ജോസഫ് മത്സരിക്കും. തിരുവനന്തപുരത്തെ കോവളത്ത് M വിൻസെൻ്റ്, സിറ്റിംഗ് MLA M വിൻസെൻ്റ് മത്സരിക്കും. എറണാകുളത്ത് സിറ്റിംഗ് MLA TJ വിനോദ് മത്സരിക്കും. ഇരിക്കൂരിൽ സിറ്റിംഗ് MLA സജീവ് ജോസഫ് മത്സരിക്കും. വട്ടിയൂർക്കാവ്, കോഴിക്കോട്, ഗുരുവായൂർ, ഈ 3 മണ്ഡലങ്ങളാണ് K മുരളീധരന് കോൺഗ്രസ് നൽകിയിരിക്കുന്ന ഓപ്ഷൻ. ഇതിൽ ഏത് വേണമെങ്കിലും അദ്ദേഹത്തിന് സ്വീകരിക്കാം. എന്തായാലും ഈ 3 മണ്ഡലങ്ങളിൽ ഒരിടത്ത് K മുരളീധരൻ മത്സരിക്കാൻ ഉണ്ടാകും. N ശക്തൻ നെയ്യാറ്റിൻകരയിൽ മത്സരിക്കും.
അൻവർ സാദത്ത് ആലുവയിൽ വീണ്ടും മത്സരിക്കും. റോജി എം ജോൺ അങ്കമാലിയിലെ സിറ്റിംഗ് MLA ആയ റോജി എം ജോൺ അങ്കമാലിയിൽ മത്സരിക്കും. ഗുരുവായൂരിൽ TN പ്രതാപന്റെ പേരാണ് കേൾക്കുന്നത്. പക്ഷേ മുരളീധരൻ വട്ടിയൂർക്കാവ് വിട്ട് ഗുരുവായൂരിൽ എത്തുന്ന സാഹചര്യത്തിൽ TN പ്രതാപന് മറ്റൊരു സീറ്റ്, കൊടുങ്ങല്ലൂരോ മറ്റ് തൃശ്ശൂരോ അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് TN പ്രതാപന് നൽകും. VD സതീശൻ പറവൂരിൽ തന്നെ മത്സരിക്കും. മുഹമ്മദ് ഷിയാസ് എറണാകുളത്തെ DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ് മന്ത്രി പി രാജീവിനെതിരെ കളമശ്ശേരിയിൽ മത്സരിക്കും. ഇനിയാണ് മണലൂർ. ശ്രദ്ധാകേന്ദ്രമായ മണലൂരിൽ BM സുധീരൻ മത്സരിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. BM സുധീരൻ മത്സരിക്കാൻ സമ്മതം അറിയിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. എന്തായാലും കിടിലൻ സ്ഥാനാർത്ഥി ലിസ്റ്റാണ് 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഫെബ്രുവരി 15 140 നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. അതിന് മുന്നോടിയായിട്ടാണ് 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണ മത്സരം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.